എന്നോട് പറഞ്ഞ് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധയോട് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഈ സ്പിരിറ്റ് ഇളകി മറിഞ്ഞിട്ട് പോവുക, ഞാൻ ഇയാളെ വിട്ടുപോക്കോളാം എന്ന് പറയും. ഒറ്റ പ്രാവശ്യം ചൊല്ലിക്കണം. സത്യത്തിൽ ആ ഒറ്റ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രം ആ മുറിയിലെ മുഴുവൻ ആളുകൾക്കും തോന്നലൊന്നുമല്ല ഞാനീ പറയുന്നത്. ജീവനോടെ പരിശുദ്ധ അമ്മ ആ മുറിയിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ നേരിട്ട് എൻ്റെ മുറി വന്നാണ് ഈ ഹീലിംഗ് കൊടുത്തത്. അമ്മ കൊടുത്തത് ഞാൻ ഈ പ്രാർത്ഥനയിലിപ്പോഴാണ് നമ്മുടെ ജപമാല അത് കൂടുതലും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതയാത്ര ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ തനിച്ചൊക്കെ യാത്ര ചെയ്യുന്ന സമയമുണ്ട്. ഞാൻ വേറെ ചിലപ്പോൾ കൊന്ത മുഴുവനോട് ചെല്ലാൻ നമുക്ക് എപ്പോഴും പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊള്ളു, നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് നിന്നോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് 10, 100, 1000 പ്രാവശ്യം കിട്ടും. നിങ്ങളും ജീവിതത്തിൽ നോക്കൂ, ഈ ചൊല്ലിക്കൊണ്ട് വന്നാൽ മതി. അത് ദൈവത്തിൻ്റെ പദ്ധതി, ഒരു രഹസ്യമാണ്. അത് വലിയൊരു രഹസ്യമുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ നിലനിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്.